ഭയങ്കര നല്ല അഭിപ്രായമാണ്. എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ നല്ല എൻജോയ് ചെയ്ത സിനിമ കണ്ടു. എനിക്കറിയായിരുന്നു വിനയുടെ ഒരു ബേസിക് നേച്ചറും നമ്മളോട് കഥ പറഞ്ഞപ്പോഴുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതൊരു അൾട്ടിമേറ്റ്ലി ഒരു വിനയ് ഗോവിന്ദ് സിനിമയാണ്. വിനയ് ഗോവിന്ദിന് നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്രെയിംസും വളരെ ക്ലീൻ ആയിട്ട് കഥ പറയാനൊക്കെ എപ്പോഴും ഇഷ്ടമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. എനിക്കും പേഴ്സണലി സിനിമ കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. ഭയങ്കര ക്ലീൻ ആയിട്ട് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന, നമ്മൾ ഭയങ്കര ടെൻഷനൊന്നും അടിക്കാതെ ഉള്ള ഒരു ഫീൽ ഗുഡ് സിനിമ. അപ്പോൾ മാക്സിമം ഫാമിലീസ് ആണെന്ന് തോന്നുന്നു ഒരുപാട് പേര്. ബിക്കോസ് ഒരുപാട് റിലേഷൻസിനെ പറ്റി പറയുന്നുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും അച്ഛനും മോനും ആണെങ്കിലും അങ്ങനെ പല പല കഥകൾ, പല പല ആൾക്കാർ അവരുടെ ലൈഫ്. അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നിനക്ക് എന്താ തോന്നിയ? സൂപ്പറാണോ? ഇത് കഴിഞ്ഞു ഇറങ്ങിയ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കുറച്ച് മെഡിക്കൽ ടേംസ് ഒക്കെ ആൾക്കാർക്ക് പരിചയപ്പെടുത്താൻ പറ്റി IVF-നെ കുറിച്ചൊക്കെ. അതൊക്കെ എങ്ങനെയാണ് ശരിക്കും? അത് ആക്ച്വലി വിനയ് അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൈറ്റേഴ്സും മാക്സിമം റിസർച്ച് ആസും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്നാലും ഒരു സീനൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ എക്യുപ്മെൻറ്റ്, IVF-ന് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കൂടെ ഒരു AD, ഒരു IVF ഒക്കെ ഗോ ത്രൂ ചെയ്ത ഒരു AD ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ എടുക്കുന്ന നമ്മളിപ്പോൾ എൻ്റെയൊക്കെ സീൻസിലൊക്കെ ആ റെഫറൻസസ് എടുത്ത് ആ എക്യുപ്മെൻ്റ് ഒക്കെ നോക്കിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിട്ടിയത്. പിന്നെ ഈ വലിയൊരു ചിത്രത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാകാൻ എനിക്കും സാധിച്ചു. നല്ലൊരു ചിത്രം തന്നെ. ഫാമിലിക്ക് ധൈര്യമായി കുടുംബസമേതം വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് ഗെറ്റ് സെറ്റ്. ഉണ്ണി നിഖില കോംബോ നല്ലൊരു വർക്കൊക്കെ ആയിട്ടുണ്ട്. ഇനിയും അവർ ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കണമെന്നും കൂടെ ഒരു അഭിപ്രായമുണ്ട്. നല്ലൊരു ഫീൽ തന്നെയായിരുന്നു. ആ കാസ്റ്റിംഗാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നായകനും നായികയും ആയിട്ട് ഉണ്ണിമൂന്തനും അതേപോലെ നിഖിലയും വന്നപ്പോൾ നല്ലൊരു ഇത് തന്നെയായിരുന്നു. നല്ലൊരു ഒരുപാട് ആൾക്ക് നിഖിലയുടെ ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ആക്ടിങ് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം വളരെ ചെറിയ രീതിയിൽ തന്നെ വന്ന് വലിയ വിജയങ്ങൾ കണ്ടെത്തുന്ന ഒരു നടനാണ് ഉണ്ണിമൂന്തൻ. അതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കോ, അത് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ചർച്ചയായിട്ടുള്ള ഒരു മലയാള ചിത്രമാണ്. അപ്പോൾ ഈ ഒരു മലയാളത്തിൽ ഈ ഒരു ചിത്രം വരുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയത് അദ്ദേഹത്തിന് ഒരു സോളോ ഹിറ്റ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഫാമിലിയിൽ ആയിട്ടുള്ള അതൊരു ടീനേജ് പ്രായക്കാരെ ഒരുപാട് ആകർഷിച്ച ഒരു ചിത്രമായിരുന്നു മാർക്കോ. പക്ഷേ ഈ ഒരു ചിത്രം ഫാമിലിയെ അതേപോലെ തന്നെ എല്ലാ സമപ്രായക്കാരെയും ആകർഷിച്ചുകൊണ്ട് മുന്നേറും എന്നുള്ള കാര്യത്തിലോട്ടും ഡൗട്ടില്ല. മാർക്കോയ്ക്ക് ശേഷം വളരെ നല്ലൊരു മൂവിയാണ്. എനിക്ക് വളരെ നല്ലോണം ഇഷ്ടപ്പെട്ടു. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഉണ്ണിമുന്തൻ്റെ ഇപ്പം മാർക്കോയ്ക്ക് ശേഷം വളരെ അപ്പുറത്തൊരു ഫീൽ ഗുഡ് മൂവി ജനറലോട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു പടമാണ്. എല്ലാവർക്കും ഫാമിലിക്ക് എന്തെങ്കിലും കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ്. ഒരു കോമഡി ട്രാക്കി തുടങ്ങി പിന്നെ കുറച്ച് ഇമോഷണലായി സെക്കൻഡ് ഹാഫിൽ ഇവിടെ വളരെ ലൈറ്റ് ഹാർട്ടഡ് രീതിയിൽ എൻഡ് ചെയ്യുന്ന ഒരു വളരെ നല്ലൊരു ഫാമിലി മൂവിയാണ്. ഫാമിലി ഓഡിയൻസ് എന്തായാലും പോയി കാണാൻ പറ്റിയൊരു ഫിലിം തന്നെയാണ്. വളരെയധികം എൻജോയ് ചെയ്തു. നല്ലൊരു ഫിലിം എന്തായാലും കൊള്ളാം.